വീണ്ടും വന്നു ഒരു പുതിയ റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ വെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ആണ്. സാധാരണ നമ്മൾ പോർക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ തേങ്ങക്കൊത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വെറുതെ ഫ്രൈ ചെയ്തെടുക്കും. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് കായ വറുത്തിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി യൂസ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകളാണ് ഇന്ന് നമ്മുടെ പോർക്ക് ഫ്രൈക്കുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കായ വറുത്തിട്ട പോർക്ക് ഫ്രൈ റെഡിയാക്കി എടുക്കാൻ നോക്കിയാലോ. അപ്പോൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ പോർക്ക് ഇറച്ചി കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നെയ്യോട് കൂട്ടിയിട്ടുള്ള ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഉണ്ടായാലാണ് നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നെയ്യോട് കൂട്ടിയിട്ടുള്ള ഇറച്ചി എടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കിലോ ഇറച്ചി അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കായ ഞാൻ ഇതേപോലെ വട്ടത്തിൽ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ശർക്കര വരട്ടിക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 വലിയ വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 മീഡിയം സൈസ് സവോള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം. ഞാനൊരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല വേണം, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്കൊരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് കറി റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. എല്ലാവരും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുള്ളത് കൊണ്ട് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇറച്ചി മുഴുവനായിട്ട് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇറച്ചി നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞു പോകുമൊന്നും വേണ്ട. ഒരു 3/4 വേവി കൂടുതലായിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാനിലിട്ടിട്ട് നമ്മളൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് ബാലൻസ് ഉള്ള വേവും കൂടി നന്നായിട്ട് ആയിക്കോളും. അതുകൊണ്ട് തന്നെ ഒരു 3/4 വേവ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇറച്ചിയുടെ വേവ് അനുസരിച്ച് നിങ്ങളൊരു 3/4 വേവ് കഴിയുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇറച്ചി വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 വേവി കൂടുതൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ ആയിരുന്നു കേട്ടോ വേവിച്ചത്. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. വെള്ളം ചേർക്കാതെ വേവിച്ചാലും നെയ്യൊക്കെ ഉരുകിയിട്ട് അത്യാവശ്യം ഇതിൻ്റെ അകത്ത് കുറേ നെയ്യൊക്കെ വന്നിട്ടുണ്ട്. ഈ നെയ്യ് ഉപയോഗിച്ചിട്ട് നമുക്കിനി കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കായ നമ്മൾ ഇതിൻ്റെ തൊട്ടത്ത് ഫ്രൈ ചെയ്തിട്ടാണ് കറിയിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ഇത് മാറ്റിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കായ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ നെയ്യ് തന്നെ കായ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കായ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇറച്ചി വേവിച്ചപ്പോൾ ഉരുകി വന്ന നെയ്യ് ഞാൻ കുറച്ച് പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നെയ്യിൽ കായ വറുത്തെടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഈ നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളവർ വെളിച്ചെണ്ണ ചെയ്താൽ മതി. വെളിച്ചെണ്ണ ഓയിൽ ചെയ്യുമ്പോഴും അധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ കായ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കായ ഇടുമ്പോൾ തന്നെ ഒരു മഞ്ഞ കളറായി വരും. നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നെയ്യ് ഉരുകി വന്നപ്പോൾ അതിനൊരു മഞ്ഞ കളറുണ്ട്. അതുകൊണ്ട് തന്നെ ഇടുമ്പോൾ തന്നെ കായ ഒരു മഞ്ഞ കളറായിട്ട് വന്നോളും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കരമായിട്ട് ഒരു ബ്രൗൺ കളറൊന്നും ആയി പോകണ്ട. ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ക്രിസ്പി ആയി വന്നാൽ മതി. എന്നാൽ ഉള്ളിൽ നന്നായിട്ട് വേണം. ആ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം. ഇതിനകത്തോട് ഞാനൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ കായയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കായ ഇവിടെ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട് സൈഡ് അത്യാവശ്യം നല്ല കട്ടിയിലും ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, എന്നാൽ ഔട്ട് സൈഡ് ചെറിയൊരു കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ഇളക്കി കഴിയുമ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റും.
ഒരു കിലുകിലും എന്നുള്ളൊരു സൗണ്ട് ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ആദ്യം കായ ഇട്ടപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതേപോലെ ഔട്ട് സൈഡ് ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ടാവും. ആ ഒരു പരുവത്തിൽ നമുക്കിത് കോരി മാറ്റാം. അപ്പം ഞാൻ ഇന്ന് ഇത് ഒന്ന് കോരി മാറ്റാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. ഒരു കിലുകിലു എന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ കായ മുഴുവൻ കോരി ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയോടെ വെന്തിരിപ്പുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് കറി റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മൾ കായ വറുത്ത ഇറച്ചിയുടെ നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചിലർക്ക് ഇറച്ചിയുടെ നെയ്യ് കളയുന്നത് ഇഷ്ടമുണ്ടാവില്ല, അവർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ചാൽ കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇറച്ചിയിലും കായയിലും ഉപ്പിട്ടതായിരുന്നു, അതുകൊണ്ട് സവോളയ്ക്കുള്ള വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി സവോള നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിടാം, എന്നാലാണ് നമുക്ക് നന്നായിട്ട് സവോള വഴന്ന് വരുള്ളൂ. അപ്പം ഞാനിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ സവോള നന്നായിട്ട് ഞാൻ വഴറ്റിയിട്ട് നല്ലൊരു ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാല, കുരുമുളക് പൊടി. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനൊരല്പം വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇറച്ചിനകത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മസാല ഇറച്ചിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് എന്തോരം ഫ്രൈ ആക്കണം അത്രമാത്രം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എത്ര നേരം നമ്മൾ ഇളക്കി കൊടുക്കുന്നോ അത്രയും നല്ല ഫ്രൈ ആയിട്ട് വരും. കുറേയും കൂടി നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി ഇതിനകത്തോട്ട് വരും. അപ്പോൾ നെയ്യ് ഉരുകി വരും തോറും നല്ല ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ കറിയുടെ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ആ നെയ്യൊക്കെ കുറേയും കൂടെ കായലോട്ടും ഒക്കെ പിടിക്കും. അപ്പോൾ കറി കുറേയും കൂടി ടേസ്റ്റായി വരും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രമാത്രം ഫ്രൈ ആക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത്ര നേരം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഞാനിത് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നേരം കൂടി നന്നായിട്ടൊന്ന് വരട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രമാത്രം വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കുറേയും കൂടി നെയ്യൊക്കെ ഇതിനകത്തുനിന്ന് ഉരുകി വന്നിട്ട് കായലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ മസാലയും നെയ്യൊക്കെ കായൽ പിടിച്ച് കഴിഞ്ഞപ്പോൾ കായക്ക് ഇപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിർത്താണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കായ വറുത്തിട്ട് പോർക്ക് ഫ്രൈ. വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരു സ്റ്റെപ്പ് ഒന്ന് കൂടുതലുണ്ടാവും. കായ വറക്കുന്ന ഒരു സ്റ്റെപ്പ് മാത്രമേ ഒന്ന് കൂടുതലുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല, കായ വറുത്തിട്ടിട്ട് പോർക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. കാണാൻ നല്ല ഭംഗിയാണ്, കാണാനുള്ള ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വെറൈറ്റികൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.